പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ അഥവാ നവംബർ 14 നമ്മുടെ നാട്ടിൽ ശിശുദിനമായി ആചരിക്കുകയായി. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലും കലാലയങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ശിശുദിനവുമായി ബന്ധപ്പെട്ട പരിപാടികളും ബോധവൽക്കരണങ്ങളും ഒക്കെ നടന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ശിശുദിനം എന്ന ദിവസം നമ്മുടെ പിഞ്ചു മക്കളെ കുറിച്ചുള്ള അവർക്ക് വേണ്ട അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടിയുള്ള മറ്റെല്ലാ കാര്യങ്ങളും സമൂഹത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു ശിശു ദിനമായി ആചരിക്കുന്നത്. അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. നമ്മുടെ രാജ്യം വൈദേശികരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്ത്യ എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന് കുട്ടികളോട് വലിയ ഇഷ്ടവും സ്നേഹവും കാരുണ്യവും ഒക്കെയായിരുന്നു. കുട്ടികളുടെ വിഷയത്തിൽ അദ്ദേഹം അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെ താല്പര്യപൂർവ്വം ഇടപെട്ടിരുന്ന ഒരു മഹത് വ്യക്തിയുമായിരുന്നു ജവഹർലാൽ നെഹ്റു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി നമ്മുടെ നാട്ടിലൊക്കെ ആചരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ ഇന്നലെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഒട്ടനവധി പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിവിടെ പറയാനുള്ളത്, സമൂഹത്തോട് നമുക്ക് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഇസ്ലാം ശിശുദിനം അല്ലെങ്കിൽ ശിശുക്കളുമായി കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് മാതൃകയാണ് നമുക്ക് സമൂഹത്തോട് നൽകാനുള്ളത്, സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നമുക്ക് നൽകാനുള്ളത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, അവരുടെ അവകാശങ്ങൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കുമൊക്കെ എത്രമാത്രം പ്രാധാന്യമായിരുന്നു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ള ചെറിയൊരു അന്വേഷണമാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ശിശുദിനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭ എന്ന ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മ ശിശുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 3-4 കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്നുണ്ട്. ഒന്ന്, ലോകത്ത് കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകണമെന്നുള്ളതാണ്. കുട്ടികൾക്ക് ജീവിക്കാനുള്ള അവകാശം ലോകത്തുണ്ടാകണമെന്നുള്ളതാണ് 1989 ഐക്യരാഷ്ട്രസഭ നടത്തിയ ആ കരാറിൽ പ്രഥമമായി പറഞ്ഞിരിക്കുന്നത്. ഒരു കുട്ടിക്ക് ലോകത്ത് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാകണമെന്നാണ് അതിൽ പ്രഥമമായി പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയത്തിൽ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്താണ് പറയാനുള്ളത്, എന്ത് സന്ദേശമാണ് നമുക്ക് ലോകത്തോട് നൽകാനുള്ളത് എന്നാണ് നാം ആലോചിക്കേണ്ടത്. 1989 ജീവിക്കാനുള്ള അവകാശം ശിശുക്കൾക്ക് വേണമെന്നുള്ള പ്രമേയവും മറ്റുമൊക്കെ പാസാക്കിയതെങ്കിൽ അതിനൊക്കെ സംവത്സരങ്ങൾക്ക് മുമ്പ് 1400 സംവത്സരങ്ങൾക്കപ്പുറം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിന്നിരുന്ന നേതാവായിരുന്നു.
സൂറത്തുൽ ഇസ്രായിൽ, സൂറത്തുൽ നിസായിൽ ഞാൻ പറഞ്ഞു ഓതി വെച്ച ആയത്ത് ഞാൻ ഓതുകയാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. നമുക്ക് ലോകത്തോട് പറയാനുള്ളത് അതാണ്, ലോകത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം അതാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ, ശിശുക്കളെ, കുഞ്ഞുമക്കളെ കൊന്നുകളയരുത്. ഖശ്യത ഇംലാഖ്. പട്ടിണിയോ ദാരിദ്ര്യമോ ഒക്കെ ഭയന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കളെ കൊന്നു തള്ളരുത് എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഖുർആൻ പറയാൻ കാരണം? നിങ്ങൾ നിങ്ങളുടെ ശിശുക്കളെ, കുഞ്ഞുമക്കളെ കൊന്നു തള്ളരുതെന്ന് പറയാൻ കാരണം എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തില്, വിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് വന്ന കാലഘട്ടത്തില് അവിടെ ഉണ്ടായിരുന്ന ഖുറൈശി സമൂഹം, അജ്ഞരായ അന്ധവിശ്വാസത്തിൽ ആടിത്തിനിർത്തിരുന്ന ഖുറൈശി സമൂഹം അവർ ചെയ്തിരുന്നത് ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊന്നുകളയുമായിരുന്നു. അവർ പെൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച്, ആൺകുട്ടികളാണെങ്കിലും ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ അവർ കൊന്നുകളയുമായിരുന്നു. കുട്ടികളോടുള്ള കാരുണ്യം വറ്റിയ മനസ്സിന്റെ ഉടമകളായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹം എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. ആ സമയത്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുമക്കളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുഹും. ഞാനല്ലയോ അവർക്ക് ഭക്ഷണവും മറ്റ് വേണ്ടതൊക്കെ നൽകുന്നത്. അല്ലാഹ് പറയുകയാണ്, നഹ്നു നർസുഖുഹും. ഞാനല്ലയോ, നമ്മളല്ലയോ അവർക്ക് ഭക്ഷണവും വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളരുത്. നിങ്ങൾക്ക്, അവർക്ക് മാത്രമല്ല, വയ്യാക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ട ഭക്ഷണവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ഞാനല്ലയോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളരുത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. അങ്ങനെ കുഞ്ഞുമക്കളെ നിർദാക്ഷിണ്യം കൊന്നുതള്ളുന്നത് വലിയ പാതകമാണ് കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ അന്ന് ജീവിച്ചിരുന്ന അറേബ്യൻ സമൂഹത്തെ ഉണർത്തുകയാണ്. സഹോദരന്മാരെ, ഈ വിഷയത്തിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാരിദ്ര്യം ഭയന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയിരുന്ന ഒരു സമൂഹത്തിലേക്കായിരുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം കടന്നു വന്നത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമുക്കിടയിലുള്ള ശിശു സമുദ്ധാരണ പ്രവർത്തകരൊക്കെ ഒരു കുഞ്ഞ് ലോകത്തേക്ക് പിറന്നതിന് ശേഷമുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. എന്നാൽ നാം മനസ്സിലാക്കണം, പരിശുദ്ധമായ ഇസ്ലാം ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിനെ വരെ പരിഗണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഗർഭസ്ഥ ശിശുവിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വരെ പരിശുദ്ധ ഇസ്ലാം സംസാരിച്ചിരുന്നു, ഇടപെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഇസ്ലാം കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ്, കൊച്ചുകുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ലോകത്തിന് പഠിപ്പിച്ച മാതൃകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ തഖ്തുലൂ ശൈഖൻ ഫാനിയാ വലാ തിഫ്ലൻ സഗീറാ വലാ ഇംറഅതാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ യുദ്ധമുഖത്താണെങ്കിൽ പോലും കുഞ്ഞു കുട്ടികളെയും കൊച്ചുമക്കളെയും വൃദ്ധരെയും സ്ത്രീജനങ്ങളെയും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്. അല്ലേ? യുദ്ധമുഖം എന്ന് പറയുന്നത് ഭീകരമായ അവസ്ഥയാണ്. യുദ്ധമുഖത്ത് കൃത്യമായി ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആ യുദ്ധമുഖത്ത് പോലും നിങ്ങൾ കുഞ്ഞുമക്കളെ കൊന്നുകളയരുത് എന്ന് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കുഞ്ഞുമക്കളെ മാത്രമല്ല, ശൈഖൻ ഫാനിയ, വൃദ്ധരായ ആളുകളെ നിങ്ങൾ യുദ്ധത്തിൽ കൊന്നുകളയാൻ പാടില്ല. വലംറഅതൻ,
സ്ത്രീജനങ്ങളെയും നിങ്ങൾ യുദ്ധത്തിൽ കൊന്നുകളയാൻ പാടില്ല, അവരെ ആക്രമിക്കാൻ പാടില്ല, അവരെ തൊടാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഫലസ്തീനിൽ നടക്കുന്ന യുദ്ധത്തിൽ 10,000-കണക്കിന് കുഞ്ഞുമക്കളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കിന് കുഞ്ഞുമക്കളാണ് നിർദാക്ഷിണ്യം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബോംബിങ്ങും മിസൈൽ ആക്രമണവും തുടങ്ങി വലിയ വലിയ യന്ത്ര സഹായങ്ങളോടെ 10,000-കണക്കിന് കുഞ്ഞുമക്കളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറെയാണ് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അംഗവൈകല്യം പേര് നടക്കുന്നത്. ഒരു യുദ്ധം സംഭവിച്ചാൽ, ഒരു ബോംബിംഗ് നടന്നാൽ അവിടെ മരണം മാത്രമല്ലല്ലോ നടക്കുന്നത്. 10,000-കണക്കിന് കുഞ്ഞുമക്കൾ കയ്യും കാലും ഒക്കെ അറ്റ് അംഗവൈകല്യം സംഭവിച്ചവരായി കഴിയുകയാണ്. അതിലേറെയാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ. മാതാപിതാക്കളും ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അതിലേറെ വരും. നമുക്കെല്ലാവർക്കും അറിയാം, ഇതൊക്കെ മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ കൊണ്ടുവരുന്ന വാർത്തകളാണ്. ഇതൊക്കെ ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം കുഞ്ഞുമക്കളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറയുന്നതിന്റെ ആവശ്യവും അതിന്റെ സന്ദേശവും ഒക്കെ നാം മനസ്സിലാക്കേണ്ടത്. ലാ തഖ്തുലൂ ശൈഖൻ ഫാനിയ, വൃദ്ധരെ നിങ്ങൾ യുദ്ധമുഖത്താണെങ്കിൽ പോലും സ്പർശിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. വലാ തിഫ്ലൻ സഗീറ, കുഞ്ഞുമക്കളെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല. വലംറഅതൻ, സ്ത്രീജനങ്ങളെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ പഠിപ്പിച്ച കഥയാണിത്. 6-ാം നൂറ്റാണ്ടിൽ നൽകിയ സന്ദേശമാണിത്. ഇന്ന് നമുക്കറിയാം, 6-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ ചരിത്രകാരന്മാരും അതേപോലെ തന്നെ ആളുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്. മാത്രമല്ല സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. അല്ലേ? മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ആൺകുട്ടികൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. പെൺകുട്ടികൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചിലരുണ്ട് ആൺകുട്ടികളെ കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ. മക്കളിൽ ആൺമക്കളെ പ്രത്യേകം സ്നേഹിക്കുകയും അവരെ പ്രത്യേകം പരിഗണിക്കുകയും ചെയ്യുന്നവരുണ്ട്. ചിലരുണ്ട് പെൺമക്കളെ പ്രത്യേകം പരിഗണിക്കുന്നവരുണ്ട്. ഇതൊന്നും ശരിയായ രീതിയല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇഅ്ദിലൂ ബൈന ഔലാദികും ഫിന്നഹൽ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിയോടെ പെരുമാറണം. ബൈന ഔലാദികും ഫിന്നഹൽ, സമ്മാനങ്ങളും ഗിഫ്റ്റുകളും ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലേ? ആൺകുട്ടികൾക്ക് മാത്രം സമ്മാനങ്ങൾ നൽകുന്നവർ, പെൺകുട്ടികളെ മാറ്റി നിർത്തുന്നവർ, അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പരസ്പരം വിഭാഗീയതയോടെ നോക്കിക്കാണുന്ന രക്ഷിതാക്കളൊക്കെ ചിലരിലെങ്കിലും കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇഅ്ദിലൂ ബൈന ഔലാദികും ഫിന്നഹൽ, നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ, നിങ്ങൾ ഗിഫ്റ്റുകൾ നൽകുമ്പോൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല, വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇന്നത്തെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ശിശു സംരക്ഷണത്തിന് വേണ്ടി അതിനുവേണ്ടിയുള്ള സംഘടനകളും വാദങ്ങളും ഒക്കെ ഉയരുന്നതിന് വർഷങ്ങൾക്കപ്പുറമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. കമാ തുഹിബ്ബൂന അൻ യഅ്ദിലു ബൈനകും ഫിൽ ബിർരി വൽ ലുതുഫ്. മഹാനായ ഇമാം ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാഹ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച ഹദീസാണിത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ലോകത്തോട് പറയാനുള്ളത്, സമൂഹത്തോട് പറയാനുള്ളത്, പരിശുദ്ധമായ ഇസ്ലാം കുട്ടികളെ പരിഗണിച്ച അത്രയും, കുട്ടികളോടും കുഞ്ഞുമക്കളോടും സ്ത്രീജനങ്ങളോടുമൊക്കെ പരിശുദ്ധമായ ഇസ്ലാം കാണിച്ച അത്രയും കാരുണ്യവും അവരെ പരിഗണിച്ച രീതിയും ലോകത്തൊരു തത്വസംഹിതയ്ക്കോ ലോകത്തൊരു നേതാവിനോ കാണിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് ലോകത്തോട് പറയാനുള്ളത്. മാത്രമല്ല സഹോദരന്മാരെ, മഹാനായ സ്വഹാബിയായ ബഷീർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ ബഷീർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ
ബഷീർ റളിയല്ലാഹു അൻഹു തന്റെ മകനായ നുഅ്മാൻ റളിയല്ലാഹു അൻഹുനെയും കൂട്ടി, കുഞ്ഞു മകനാണ് നുഅ്മാൻ തങ്ങളെയും കൂട്ടി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ തന്റെ കുഞ്ഞുമകനായ നുഅ്മാനിനെയും കൂട്ടി ബഷീർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സൗധത്തിൽ എത്തിച്ചിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, ഞാൻ ഈ നുഅ്മാനിന് ഒരു സഹായം, ഒരു സമ്മാനം നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഷീർ റളിയല്ലാഹു പറയുകയാണ്, എന്റെ ഈ കുഞ്ഞുമകനായ നുഅ്മാനിന് ഞാനൊരു സമ്മാനം നൽകിയിട്ടുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ സ്നേഹവും പരിപാലനയും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബഷീർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സ്വഹാബിയായ ബഷീർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല ബഷീറേ, നിനക്ക് വേറെയും മക്കളില്ലേ? ബഷീർ തങ്ങൾ പറഞ്ഞു, ഉണ്ട്, എനിക്ക് വേറെയും മക്കളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആ മക്കൾക്കും നിന്റെ ഇതര മക്കൾക്കും ഈ നുഅ്മാനല്ലാത്ത മറ്റു മക്കൾക്കും നീ സമ്മാനം നൽകിയോ എന്ന് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചോദ്യത്തിന് മുന്നിൽ മഹാനായ ബഷീർ റളിയല്ലാഹു അൻഹു പതറിപ്പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, യാ റസൂലല്ലാഹ്, ഞാനിപ്പോൾ ഈ സമ്മാനം നൽകിയത് എന്റെ നുഅ്മാനിന് മാത്രമാണ് ഞാൻ സമ്മാനം നൽകിയത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായ ഭാഷയിൽ മറുപടി പറയുകയാണ്, ഫലാ തുഷ്ഹിദ്നി ഇദാ ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗർ. വളരെ ശക്തമായ മുന്നറിയിപ്പോട് കൂടെയാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗർ, ഈ അക്രമത്തിന് എനിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നീ നിന്റെ മറ്റു മക്കൾക്കും കൊടുക്കണമെന്നല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അത് കൊടുക്കേണ്ടത് ബാധ്യത തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫഇന്നി ലാ അഷ്ഹദു അലാ ജൗർ, ഈ കൊടിയ അക്രമത്തിന് എനിക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ മാറിപ്പോകണം ബഷീറേ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞതെങ്കിൽ, കുട്ടികൾക്കിടയിൽ, മക്കൾക്കിടയിൽ നമുക്ക് വിവേചനം പാടില്ല. സമ്മാനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിഠായികൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ, ചിലരുണ്ട് അല്ലെ, മകന്റെ മകളോട് അല്ലെങ്കിൽ മകന്റെ മക്കളോട് പ്രത്യേക സ്നേഹം, അല്ലെങ്കിൽ പെൺമക്കളുടെ മക്കളോട് പ്രത്യേക സ്നേഹം, ആൺമക്കളുടെ മക്കളോട് പേരക്കുട്ടികളുടെ പ്രത്യേകമായ സ്നേഹം, അവർ വരുമ്പോൾ പ്രത്യേകമായ പരിഗണന, അവർ വരുമ്പോൾ പ്രത്യേകമായ സമ്മാനങ്ങൾ, അതൊന്നും പാടില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ഇദ്ലൂ ബൈന ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിയോടെ പെരുമാറണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതം ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഇതിന് ഗോൾബലകമാകുന്ന ഈ കുഞ്ഞുങ്ങളുടെ, കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ കാന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി ഇങ്ങനെ ഇരുന്ന് വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുകയായിരുന്നു. ഫജാഅ ഇബ്നുൻ ലഹു ഫഖബലഹു, അങ്ങനെ ഈ മനുഷ്യനും ഈ സ്വഹാബിയും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇങ്ങനെ ഇരുന്ന് വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയുന്നതിന്റെ ഇടയിലാണ് ആ സ്വഹാബിയുടെ ആ അടുത്തിരുന്ന മനുഷ്യന്റെ ഒരു കുഞ്ഞു മകൻ ഇങ്ങനെ അടുത്തേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഇരുന്ന വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പറയുന്നതിന്റെ ഇടയിലേക്കാണ് തന്റെ ഒരു ആൺകുട്ടി കുഞ്ഞു മകൻ ഇങ്ങനെ നടന്നു വരുന്നത്. കണ്ട മാത്രയിൽ ആ കുഞ്ഞിനെ കണ്ട മാത്രയിൽ ആ സഹാബി എടുത്തിട്ട് ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് അണച്ചുകൊണ്ട് ചുംബനങ്ങൾ നൽകുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ചേർത്ത് തന്റെ തുടയിൽ ഇങ്ങനെ ഇരുത്തുകയാണ്. ആൺകുട്ടിയെ, വന്നത് ആൺകുട്ടിയാണ്. ആ കുട്ടിയെ വാരിയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് തന്റെ തുടയിലേക്ക് ഇങ്ങനെ ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് വർത്തമാനങ്ങൾ തുടരുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്വഹാബിയുടെ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കടന്നു വരികയാണ്. ആദ്യം വന്നത് ആൺകുട്ടിയാണ്, രണ്ടാമത് വരുന്നത് പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എടുത്തിട്ട് തന്റെ ഇപ്പുറത്തും കൂടി ഇരുത്തി. ആ പെൺകുട്ടിയെ എടുത്തിട്ട് ഇപ്പുറത്തിരുത്തി. പക്ഷേ അദ്ദേഹം ആ പെൺകുട്ടിയെ ചുംബിച്ചില്ല, വാരിയെടുത്ത് ഉമ്മ വച്ചില്ല. ആൺകുട്ടി വന്നപ്പോൾ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുകയും
സ്നേഹാന്വേഷണങ്ങൾ നടത്തുകയും മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത ആ പിതാവ് പെൺകുട്ടി വന്നപ്പോൾ അവിടെ അങ്ങനെ മാറ്റിയിരുത്തി, തന്റെ സമീപം കൂടി മാറ്റിയിരുത്തി, ഉമ്മ വച്ചില്ല. ഇത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഷ്യവും സങ്കടവും ഒരുപോലെ വരികയാണ് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, ഫഹല്ലാ അദൽത ബൈനഹുമാ, എടോ മനുഷ്യ, നിനക്ക് ഈ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഇടയിൽ എന്തിനാണ് ഇങ്ങനെ നീ വിവേചനം കാണിക്കുന്നത്? അവരോട് സമഭാവനയോട് നിനക്ക് പെരുമാറാൻ കഴിയില്ല എന്ന് ആ സ്വഹാബിയോട് വളരെ കണിശമായ ഭാഷയിൽ സംസാരിച്ചു എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഹോദരന്മാരെ, ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. നമുക്ക് മാത്രമല്ല, ലോകത്തിന് മാതൃകയാണ് ഇതൊക്കെ. ലോകത്തിന് നമുക്ക് നൽകാനുള്ള, പരിശുദ്ധമായ ഇസ്ലാമിന് നൽകാനുള്ള മാതൃകയാണ് ഇതൊക്കെ. ആൺകുട്ടികളാകട്ടെ, പെൺകുട്ടികളാകട്ടെ, മകന്റെ മക്കളാകട്ടെ, അല്ലെങ്കിൽ മകളുടെ മക്കളാകട്ടെ, ആരുമാകട്ടെ, അവരൊക്കെ കുഞ്ഞുമക്കളാണ്. അവരൊക്കെ സ്നേഹത്തോട് ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവർക്കിടയിൽ വിഭാഗീയതോ മറ്റൊന്നോ കാണാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതാണ് നമുക്ക് ഈ ശിശുദിനത്തിൽ നമുക്ക് ഈ ലോകത്തിൽ നൽകാനുള്ള സന്ദേശം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നാം പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.